ഉം, ഗുഡ് മോർണിംഗ്. അല്ല, മോളെങ്ങനെ ഇത്ര നേരത്തെ എഴുന്നേറ്റ്? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റ് വന്നാൽ പോരായിരുന്നോ? അല്ല, ഇവിടെ എങ്ങനെയാ ചേട്ടൻ്റെ അമ്മ എപ്പോഴാണ് എഴുന്നേക്കണേന്നൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. അതാ ഞാൻ നേരത്തെ അയ്യോ, ഇവിടെ അങ്ങനെയൊന്നും ഇല്ല മോളെ. ചിലപ്പോൾ ഞാൻ 6:30 എണീക്കും, അല്ലെ 7 മണി 8 മണി വരെയൊക്കെ ഞാൻ കിടന്നുറങ്ങും ചില സമയത്ത്. അങ്ങനെ ഇന്ന സമയത്ത് എഴുന്നേറ്റ് ഭക്ഷണം കഴിക്കുക അങ്ങനെയൊന്നും ഇല്ല ഇവിടെ. ഓക്കെ, എത്ര സമയം വേണമെങ്കിലും ഉറങ്ങിക്കോ, അതിന് ഒരു കുഴപ്പമില്ല കേട്ടോ. ഇന്നലെ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ തൊട്ടേ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്, മോളെന്താ അമ്മേനെ അമ്മന്ന് വിളിക്കാതെ ചേട്ടൻ്റെ അമ്മ എന്ന് വിളിക്കുന്നേ? അതന്നെ അങ്ങനെ. അല്ല, എന്താ വിളിക്കണ്ടേന്നൊരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടാ ഞാൻ അങ്ങനെ വിളിച്ചേ. ഇതിപ്പോൾ ഞാൻ അമ്മ എന്ന് വിളിച്ചാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെ അങ്ങനെ ഒരു തോട്ടൊക്കെ എൻ്റെ മനസ്സിൽ വന്നുപോയി. അതാ. മോളെന്നെ ധൈര്യമായിട്ട് അമ്മ എന്ന് വിളിച്ചോ. അമ്മ എന്ന് വിളിക്കുന്നതിനിപ്പോൾ എന്താ, ചേട്ടൻ്റെ അമ്മ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് എന്നാണ്ട് ഒരു ബുദ്ധിമുട്ട് പോലെ. അതാ അമ്മ ചോദിച്ചേ. മോള് എൻ്റെ സ്വന്തം മോള് തന്നെയല്ലേ? അമ്മ എന്ന് വിളിച്ചോ. അതാ എനിക്കും കേൾക്കാനൊരു സന്തോഷം. ശരി അമ്മ. ഞാൻ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്താ ദേ, അവന് ചായയും കൊണ്ട് കൊടുത്തിട്ടേ അവനെ എഴുന്നേൽപ്പിക്കാൻ നോക്ക്. ഒരു പാവം കൊച്ചു തന്നെ. ഇതും കൂടെ അങ്ങ് എടുത്ത് വെച്ചേരെ. അയ്യോ, അമ്മ എന്തിനാ ഇത്രയും ഡ്രസ്സൊക്കെ മേടിച്ചേ? അല്ല മോളെ, സാധാരണ മരുമക്കൾ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ഇങ്ങനെ വീട്ടിലിടാൻ ഡ്രസ്സൊക്കെ മേടിച്ച് വയ്ക്കും. അതിൻ്റെ ഒരു ഇതിൽ ഞാൻ മേടിക്കാൻ പോയതാണ്. പക്ഷെ അവിടെ എത്തിയപ്പോൾ നല്ല ഡ്രസ്സുകളും കണ്ടു, പുറത്തിടാനൊക്കെ പറ്റിയ. അപ്പം അമ്മ അതും മേടിച്ച്. വലിയ സെലക്ഷനൊന്നും അമ്മയ്ക്കില്ല. ഇത് നല്ലൊരു അങ്ങനെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇടുന്ന ഡ്രസ്സൊന്നും അറിയത്തില്ല. പെൺമക്കളില്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല അമ്മയ്ക്ക്. എന്തൊക്കെയോ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഇഷ്ടമാകുമെന്നൊന്നും അറിയത്തില്ല. മോളൊന്ന് ഇട്ട് നോക്ക്. ഇഷ്ടമായില്ലെങ്കിൽ ഇടണ്ട കേട്ടോ, വീട്ടിലെങ്ങാനും വല്ലതും ഇട്ടാൽ മതി. ഇട്ട് നോക്ക് കേട്ടാ. ഞാനൊരു അമ്മയില്ലാണ്ട് വളർന്നൊരു കുട്ടിയാണ്. ഞാനും അച്ഛനും അനിയനുമാണ് ഞങ്ങളുടെ ഒരു ലോകം. എപ്പോഴെങ്കിലും ഒരു വിശേഷമൊക്കെ ഉണ്ടെങ്കിൽ അച്ഛൻ മേടിച്ചു. അച്ഛൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവാറില്ല, എന്നാലും എന്തെങ്കിലും ഒരു വിശേഷം ഉണ്ടായാൽ മേടിച്ചു. അങ്ങനെയൊക്കെ ഞങ്ങൾ പുതിയ ഡ്രസ്സൊക്കെ ഇടാറുള്ളൂ, അല്ലെങ്കിൽ പഴയതൊക്കെ. പിന്നെ ഒരു ഡ്രസ്സ് പോയിട്ട് ഒരു ടവല് പോലും എൻ്റെ ബന്ധക്കാരോ ആരും മേടിച്ചു തന്നിട്ടില്ല. അങ്ങനെ ഒരാളായി എനിക്ക് ഇത്രയും ഡ്രസ്സൊക്കെ അമ്മ മേടിച്ചു തരാമെന്നൊക്കെ പറയുമ്പോൾ എന്തോ താങ്ക് യു അമ്മ. അയ്യോ, മോളെന്തൊക്കെയാ പറയുന്നത്? മോളിതൊക്കെ ഒന്ന് ഇട്ട് നോക്കുക കേട്ടോ. ഞാനൊന്ന് അടുക്കളയ്ക്ക് ചെല്ലട്ടെ. അയ്യോ അമ്മ, ചൂലിങ്ങ ഞാൻ അടിച്ചു വരാം. വേണ്ട മോളെ, കുഴപ്പമില്ല, അമ്മ ചെയ്തോളൂ. ഇവിടെ മാത്രം അടിക്കുന്നുള്ളൂ, കുഴപ്പമില്ല. ഞാൻ ഡ്രസ്സൊക്കെ ഇട്ട് നോക്കി കേട്ടോ, അടിപൊളിയായിട്ട് ചേരുന്നുണ്ട്, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മോൾക്ക് ഇഷ്ടപ്പെട്ടോ? അയ്യോ, അത് മതി. എനിക്കൊരു പേടിയായിരുന്നു, എനിക്കിതങ്ങനെ ഒന്നും ആദ്യം അറിയത്തില്ല, എങ്ങനെയായതാ ഏത് മോഡലാന്നൊക്കെ. എൻ്റെ ഒരു കാലത്തെ പോറ്റല്ലല്ലോ ഞാൻ. പിന്നെ ഇപ്പോൾ മൊത്തം സാരിയല്ലേ കൊടുക്കുന്നത്, ചുരിദാറിൻ്റെ മോഡലൊന്നും എനിക്ക് അറിയത്തില്ല. ഞാൻ പിന്നെ ഒരു ഏകദേശം രൂപത്തിലെടുത്തേ. മോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ, അത് മതി. പിന്നെ മോളോട് ഞാൻ പല പ്രാവശ്യം ചോദിക്കണം എന്ന് വിചാരിച്ചാ, പിന്നെ മോൾക്ക് വിഷമായാലോ എന്ന് വിചാരിച്ച് ചോദിക്കാഞ്ഞതാ. മോക്കടെ അമ്മ എത്ര വയസ്സിലാണ് മരിച്ചേ? എന്ത് പറ്റിയതായിരുന്നു? അമ്മയ്ക്കൊരു പനി വന്ന അങ്ങനെ മരിച്ചേ. എനിക്ക് ഒരു 4 വയസ്സുണ്ടായിരുന്നു, അനിയനപ്പോൾ 2 വയസ്സ്. അമ്മ മരിച്ചതിന് ശേഷം കുറേ നാൾ ഞങ്ങൾ അമ്മയുടെ വീട്ടിലായിരുന്നു. അവിടെ അമ്മയുടെ ആങ്ങളെയും ഭാര്യയൊക്കെ ഉണ്ടായിരുന്നു, അമ്മൂമ്മയൊക്കെ ഉണ്ടായിരുന്നു. ആദ്യമൊക്കെ ഭയങ്കര സ്നേഹമായിരുന്നു. പിന്നെ ഞങ്ങളെന്തോ അവിടെ ഒരു അധികപ്പറ്റ പോലെയൊക്കെ ആയി. ഞങ്ങളുടെ വിഷമം കണ്ടിടാൻ തോന്നുന്നു അച്ഛൻ ഞങ്ങളെ വിളിച്ചുകൊണ്ട് വന്നു. പിന്നെ അച്ഛനും ഞാനും അനിയനുമായിട്ടൊരു ലോകമായിരുന്നു ഞങ്ങളുടെ വീട്. അച്ഛനോട് പലരും കല്യാണം രണ്ടാമത് കഴിക്കാനൊക്കെ പറഞ്ഞായിരുന്നു. പക്ഷെ കുറേ ഒരു നിർബന്ധിച്ചു. പക്ഷെ എന്തോ ഞങ്ങളുടെ കാര്യവും അമ്മയുടെ കാര്യമൊക്കെ ആലോചിച്ചിട്ടാന്ന് തോന്നുന്നു അച്ഛനെന്തായാലും രണ്ടാമത് കല്യാണം കഴിച്ചില്ല. പക്ഷെ ഞങ്ങളെ ഭയങ്കര ഇഷ്ടമാണ്, ഞങ്ങൾക്ക് ഒരു കുറവ് വരുത്തിയിട്ടില്ല. അച്ഛനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞങ്ങൾ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് അച്ഛൻ. മോള് വിഷമിക്കാണ്ടിരിക്കും. ഞാൻ മോളെ വേദനിപ്പിക്കണം എന്ന് വിചാരിച്ച് ചോദിച്ചതല്ല, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അത് കുഴപ്പമില്ല അമ്മ. എന്തായാലും എന്തെങ്കിലും ഒരിക്കൽ അമ്മ ഇതൊക്കെ അറിയേണ്ടതല്ലേ. പാവം ഒരുപാട് ഉള്ളുകൊണ്ട് നേറിയിട്ടുണ്ട് കൊച്ച്. അതിൻ്റെ മുഖത്ത് ആ വിഷമമുണ്ട്, ഉള്ളിലുള്ള വിഷമം. മോളെ, പീരിയഡ്സ് ആയി കഴിയുമ്പോഴേ പാഡൊന്നും ടോയ്ലറ്റിൽ ഇടണ്ട കേട്ടോ. എന്താ വെച്ചാലേ
അതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അടഞ്ഞ് പിന്നെ അത് ഭയങ്കര ഇരട്ടിപ്പണിയാവും. നമുക്കത് കത്തിച്ച് കളയാം. ബാക്കിലൊരു വിറക് പുരയുണ്ട്, അവിടെ ഇട്ട് കത്തിക്കാം. മോക്കിതൊക്കെ അറിയായിരിക്കും, അല്ല അമ്മ പറഞ്ഞതന്നേ ഉണ്ട്. അമ്മ ഞാൻ പാഡല്ല ഉപയോഗിക്കണം, മെൻസ്ട്രൽ കപ്പാണ്. അത് റീയൂസബിൾ ആണ്, നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. ഞാൻ പാഡ് അങ്ങനെ ഉപയോഗിക്കാറില്ല. അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങളുണ്ടല്ലേ, അമ്മയ്ക്കിതൊന്നും അറിയത്തില്ലായിരുന്നു. എനിക്ക് ഈ തുണി, പാഡ് അതൊക്കെ അറിയത്തുള്ളേ, അതുകൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞേ. പിന്നെ ഈ പെൺമക്കളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ല. പുതിയ പുതിയ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അപ്പം അറിയാൻ വഴിയില്ലല്ലോ. പിന്നെ അതുകൊണ്ട് അമ്മ പറഞ്ഞതേ ഉള്ളൂ. സാധാരണ കല്യാണം കഴിഞ്ഞ് വരുന്ന മരുമക്കളുടെ അടുത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും, ഇതൊക്കെയാ ഇന്നതൊക്കെയാന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന രീതിയുണ്ട്. അതിൻ്റെ ഒരു ഇതിൽ പറഞ്ഞതേ ഉള്ളൂ അമ്മ. അത് കുഴപ്പമില്ല അമ്മ, മനസ്സിലായി, എനിക്ക് മനസ്സിലായി. മോക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ടമ്മേ, ഒന്നും വേണ്ട. അല്ല നമ്മള് ചൂടൊക്കെയല്ലേ, ഞാൻ ജ്യൂസ് ഉണ്ടാക്കി തരാം. ഇവിടെ അച്ഛനും അവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ആ ജ്യൂസേ. അമ്മ ഇപ്പോൾ ഉണ്ടാക്കാവേ. ജ്യൂസ് അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒത്തിരി നന്നായിട്ടുണ്ടാക്കാനൊന്നും അമ്മയ്ക്ക് അറിയത്തില്ല കേട്ടോ, എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഉണ്ടാക്കിയതാ. ഇല്ലമ്മേ, നല്ല രുചി ഉണ്ടായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ കൊച്ചു നല്ലോണം പഠിച്ചതല്ലേ, MSc വരെ അങ്ങോട്ട് പോയതല്ലേ. ഇവിടെ വീട്ടിലിരിക്കാതൊന്നും വിചാരിക്കണ്ട കേട്ടോ, എന്തെങ്കിലും ജോലിക്ക് നോക്കിക്കോ. എനിക്ക് ജോലിക്ക് പോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും കല്യാണം കഴിഞ്ഞ് ജോലിക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹമുള്ള കേസായിരുന്നു. പിന്നെ ഇവിടെ എല്ലാവർക്കും ഞാൻ ജോലിക്ക് പോകണത് ഓക്കെ ആണോ? എനിക്കറിയില്ല, അതിപ്പം അമ്മ ഇപ്പോൾ ഒറ്റയ്ക്കൊക്കെ ആവില്ലേ ഞാൻ ജോലിക്ക് പോയാൽ? അയ്യോ, അങ്ങനെയൊന്നും കുഴപ്പമില്ല, ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നോളാം. ഇവിടെ ഇപ്പോൾ മോള് കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ ഞാനും അങ്ങനെ തന്നെ ആയിരുന്നില്ലേ, അവർ രണ്ടുപേരും ജോലിക്ക് പോകും, അച്ഛനും അവനും ജോലിക്ക് പോകും, ഞാനിങ്ങനെ ഇരിക്കും TV ഒക്കെ കണ്ട്. അതിന് എനിക്കൊരു കൂട്ട് വേണമെന്നൊന്നുമില്ല. മോൾ ഇത്രയും പഠിച്ചതാ, അപ്പോൾ മോള് ജോലിക്ക് വെക്കും, മോൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പോയി ജോലിക്ക് വെക്കുക. പിന്നെ 10 കാശ് നമ്മുടെ കയ്യിലുള്ളത് നല്ലതല്ലേ, സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന കാശേ. മോള് ജോലിക്ക് വെക്കുമോ? കുഴപ്പമൊന്നുമില്ല. മോളോട് രാവിലെ എഴുതി പണിയൊന്നും ചെയ്യണ്ട കേട്ടോ, അമ്മ ചോറും കറിയൊക്കെ ആക്കി തന്നു വിടാം. മോള് ജോലിക്ക് വെക്കോ? കുഴപ്പമൊന്നുമില്ല. താങ്ക് യു അമ്മേ. ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല ഇവിടുത്തെ രീതികളൊന്നും. എൻ്റെ ഫ്രണ്ട്സൊക്കെ കല്യാണം കഴിഞ്ഞ് പോയവർ അവരുടെ അമ്മായിമാരെ പറ്റി പറയുന്നത് ഭയങ്കര ഒരു ഭീകര ഒരു ഇതായിരുന്നു. അപ്പോൾ എനിക്കും കല്യാണം കഴിഞ്ഞ് എനിക്കും അങ്ങനെയൊക്കെ ആവുമെന്നാണ് ഞാനും വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ അങ്ങനെയൊന്നും അല്ല, നേരെ തിരിച്ചാ. ഇനിയിപ്പോൾ ഞാൻ ജോലിക്ക് നോക്കിയാൽ തന്നെ ഇവിടെ ഉള്ളവർക്ക് ഇഷ്ടമായില്ലെങ്കിലോ, പിന്നെ ഒരു കുടുംബത്തിൽ പ്രശ്നം വേണ്ടെന്ന് വിചാരിച്ച് ഞാൻ പിന്നെ ജോലിയുടെ ആരെങ്കിലും വിട്ടേക്കുമായിരുന്നു. പക്ഷെ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിൽക്കുമെന്നൊന്നും ഞാൻ ഒട്ടും വിചാരിച്ചില്ല. അമ്മ ശരിക്കും ഒരു പാവം കേട്ടോ. കാര്യം എൻ്റെ അമ്മയുടെ ഒരു സ്നേഹമൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. ഞാൻ അങ്ങനെ വളർന്നതാണ്, അച്ഛൻ്റെ ഒരു ഇതിൽ മാത്രം വളർന്നതാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എൻ്റെ അമ്മ എനിക്ക് ഒരുപാട് സ്നേഹം തരുന്നുണ്ട്. താങ്ക് യു അമ്മ, താങ്ക് യു. എനിക്ക് ഒന്നാമത് അമ്മയില്ലാണ്ട് വളർന്നുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് ഏതാണെന്നൊന്നും അറിയത്തില്ല. എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് തെറ്റുകൾ വന്നിട്ടാണെങ്കിൽ അമ്മ എന്നോട് പറഞ്ഞു തരണം കേട്ടോ, മുന്നോട്ടുള്ള ജീവിതത്തിൽ. എനിക്കങ്ങ് വിഷമമാവുന്നു. ഞാനേ ഈ പെൺമക്കൾ ഭയങ്കര ആഗ്രഹമാണ് എനിക്ക്, പെൺമക്കൾ എന്ന് പറഞ്ഞാൽ. കിരൺ ഉണ്ടായിക്കഴിഞ്ഞ് രണ്ടാമതൊരു കുഞ്ഞിന് വേണ്ടി ഞങ്ങൾ നോക്കിയതൊക്കെയാണ്, പക്ഷെ അബോർഷനായിപ്പോയി. ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു പെൺകുഞ്ഞ് വേണമെന്ന്, പക്ഷെ ദൈവം തന്നില്ല. പക്ഷെ ഇപ്പം ആലോചിക്കുമ്പോൾ ദൈവം മോളെ എനിക്ക് തരാൻ വേണ്ടിയായിരിക്കും അന്ന് ദൈവം അന്ന് തരാഞ്ഞത് അല്ലേ. ദൈവത്തിന് ഓരോ ഉദ്ദേശങ്ങളൊക്കെ ഉണ്ടല്ലോ. ഞാൻ മോളെ, എനിക്ക് കുറേ ഈ പെൺമക്കളൊന്നും ഇല്ലാത്തതുകൊണ്ടേ എനിക്ക് എങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല. അപ്പം എന്തെങ്കിലും എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ മോൾക്കുണ്ടെങ്കിൽ മോൾ പറഞ്ഞു തരണേ കേട്ടോ. വിഷമമൊന്നും വിചാരിക്കരുത്, അമ്മയോട് നേരിട്ട് മുഖത്ത് നോക്കിയൊക്കെ പറഞ്ഞാൽ മതി. അമ്മ ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അത് പറയണം കേട്ടോ. എനിക്ക് അങ്ങനെയൊക്കെ അറിയത്തുള്ളൂ, അതുകൊണ്ടാണ്. മോള് താങ്ക്സ് ഒന്നും പറയണ്ട. മോൾക്ക് എന്താഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞോ, അമ്മ ചെയ്തു തരാം കേട്ടോ. എനിക്കിതൊക്കെ ഭയങ്കര ആഗ്രഹം. ഇപ്പം എന്നെ വല്ലതും കഴിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അമ്മ ഉണ്ടാക്കി തരാം. അറിയത്തില്ലെങ്കിലും വല്ല യൂട്യൂബൊക്കെ നോക്കി ഞാൻ അമ്മ ഉണ്ടാക്കി തരാം. ഏതാണെന്നൊന്നും അറിയാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്, വേറെ ഒന്നുമില്ല. അയ്യോ, ഞാൻ എന്തൊക്കെയോ കാട് കയറി സംസാരിക്കുക കേട്ടോ. അയ്യോ അടുപ്പത്ത് ചോറിട്ടേക്കുന്നു, ഞാനൊന്ന് നോക്കട്ടെ.